അപ്പോൾ ചാപ്റ്റർ 10 ആണ് എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് ആണ്. ERP ആണ് നമ്മളെ ഫസ്റ്റ്. ഇനി ERP എന്താണെന്നാണ് പറയുന്നത്. ഒരു എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ an enterprise is a group of people and other resources working together for a common goal. അതായത് ഒരു വ്യവസായം അല്ലെങ്കിൽ ഒരു സംരംഭം എന്താണ്, കുറേ ആൾക്കാർ കൂടിയിട്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, കുറേ ആൾക്കാർ കൂടിയിട്ട് എന്ത് ചെയ്യാണ്, ഒരു കോമൺ ഗോളിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ എൻ്റർപ്രൈസ് എന്ന് പറയുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു ഷോപ്പോ അങ്ങനെ വ്യവസായം കുറേ ആൾക്കാർ കൂടിയിട്ട് എന്തെങ്കിലും നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണം. സോ അതിനെയാണ് നമ്മൾ എൻ്റർപ്രൈസ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു എൻ്റർപ്രൈസ് ഈ ഒരു കോമൺ ഗോളിന് വേണ്ടിയിട്ട് കുറേ ആൾക്കാർ കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യാണ്. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടെ കുറേ സെക്ഷൻസ് ഉണ്ടായിരിക്കും. ആ ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല പല സെക്ഷൻസ് അല്ലെങ്കിൽ പല പല ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പല പല ഡിപ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യണത്. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ, മാനുഫാക്ചറിങ് സെക്ഷൻ ആവാം, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സെക്ഷൻ ആവാം, അല്ലെങ്കിൽ പ്ലാനിങ്, അല്ലെങ്കിൽ സെയിൽസ്, പർച്ചേസ്, ഫിനാൻസ്, ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെ പല പല സെക്ഷനിൽ ആൾക്കാർ വർക്ക് ചെയ്തിട്ടാണ് നമ്മളൊരു കോമൺ ഗോള് അച്ചീവ് ചെയ്യണത്. ഇപ്പം നമ്മളിപ്പോൾ എന്താണ്, ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഓർഗനൈസേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവിടെ കുറേ വർക്കേഴ്സ് ഉണ്ടായിരിക്കും ഇല്ലേ. അങ്ങനെ ആ ഒരു ഓർഗനൈസേഷനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പല പല ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. മാനുഫാക്ചറിങ് സെക്ഷൻ ഉണ്ടായിരിക്കും ഇല്ലേ. അത് കഴിഞ്ഞിട്ട് അത് എന്താണ്, അല്ലെങ്കിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സെയിൽസ് എങ്ങനെ നടത്തണം, എങ്ങനെയാണ് അതിൻ്റെ മാർക്കറ്റിംഗ് നടക്കുന്നത്, അപ്പോൾ അതിനൊരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഫിനാൻസിൻ്റെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ, ഡിസ്ട്രിബ്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ, അങ്ങനെ എല്ലാം ഓരോ സെക്ഷനും ഓരോ ഡിപ്പാർട്ട്മെൻ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്തിൽ ചെയ്യുന്നത്, എൻ്റർപ്രൈസിൽ ചെയ്യണത്. അപ്പോൾ എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വർക്ക് ചെയ്യാണ്. ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ഓരോ കാറ്റഗറീസ് അല്ലെങ്കിൽ ഓരോരോ സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കോമൺ ഗോളിനെ അച്ചീവ് ചെയ്യുന്നത്. വൈ എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്. ഇനി ERP combines all business requirement of an enterprise or company together into a single integrated software that run off a single database so that various departments of an enterprise can share information and communicate with each other more easily. ഇനി നമ്മൾ ഈ ഒരു ERP അതായത് ഇതിൽ നമ്മൾ ചെയ്യുമ്പോൾ ഈ ഒരു കമ്പനിയിലത്തെ എന്താണ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അല്ലെങ്കിൽ അതായത് നമ്മൾ ഓരോരോ സെക്ഷനായിട്ടാണ് നമ്മൾ ഓരോ കാര്യം ചെയ്യാമെന്ന് പറഞ്ഞു ഇല്ലേ. സോ ഈ എല്ലാ സെക്ഷനിലെയും ഡാറ്റേനും കൂടിയിട്ട് നമ്മൾ ഒരുമിച്ച് ഒരു സിംഗിൾ ഇൻ്റഗ്രേറ്റഡ് സോഫ്റ്റ്വെയറിൽ ഇടണം. ഒരു സിംഗിൾ ഡാറ്റാബേസിൽ. ആ ഒരു ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു ഫേമിൻ്റെ എല്ലാ ഇൻഫർമേഷനും ഓരോരോ ഭാഗത്തെ ഡിവൈഡ് ചെയ്തത്, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ സെക്ഷൻ ആവാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്താണ് സെയിൽസ് ആവാം, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ സെക്ഷൻ ആവാം. അങ്ങനെ ഓരോ സെക്ഷനിലെയും എല്ലാ ഡാറ്റയും ഒരൊറ്റ സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു സിംഗിൾ യൂണിറ്റിലാണ്, ഒരു സോഫ്റ്റ്വെയറിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യണത്, ഒരു ഡാറ്റാബേസിലാണ്. സോ അങ്ങനെ സ്റ്റോർ ചെയ്യുമ്പോൾ എന്താണ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർക്കും ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ എന്താണ്, ഒരു ഇൻ്റഗ്രേറ്റഡ് സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിൽ നമ്മൾ സോഫ്റ്റ്വെയർ ആണ്, അതിൻ്റെ ഉള്ളിൽ നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഡാറ്റേനെ എന്ത് ചെയ്യാണ്, സ്റ്റോർ ചെയ്ത് വെക്കുക. ഒരു ഡാറ്റാബേസിൽ നമ്മൾ ആ എല്ലാ ഡാറ്റേനും, അത് ഓരോരോ സെക്ഷനിലെ ഡാറ്റേനെയും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. സോ ഇങ്ങനെ സ്റ്റോർ ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ ബെനിഫിറ്റ്, നമുക്ക് അവിടെയുള്ള എല്ലാവർക്കും ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പല പല ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർക്ക് ഈസി ആയിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് ചെയ്യുന്നത്. വാട്ട് ഈസ് ERP സിസ്റ്റം? എന്താണ് ERP സിസ്റ്റം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ERP സിസ്റ്റം ഈസ് എ ഫുള്ളി ഇൻ്റഗ്രേറ്റഡ് ബിസിനസ് മാനേജ്മെൻറ്റ് സിസ്റ്റം covering functional area of an enterprise like finance, human resource, production, sales, logistics, etc.
The key element of ERP is the use of a single database to store data for various system modules. ഇതന്നെയാണ് എന്താണ് ഈ ഒരു ERP സിസ്റ്റം എന്നാണ് നമ്മൾ പറയുന്നത്. സോ ഈ ഒരു ERP സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഈ എല്ലാ സോഫ്റ്റ്വെയർസും, അതായത് നമ്മളൊരു സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കും. സോ ഈ സോഫ്റ്റ്വെയർ എന്താണ് ചെയ്യുന്നത്, പല പല ഭാഗത്തുള്ള ഡാറ്റാസിനെ എന്ത് ചെയ്യാൻ ഒരൊറ്റ സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്ത് വെക്കുകയാണ്, സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. നമുക്ക് പറഞ്ഞ ഒരു എൻ്റർപ്രൈസ് ആയിട്ടുണ്ടെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ ഒരു ഫോം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ പല പല സെക്ഷൻസ് ഉണ്ടായിരിക്കും. സോ ഈ എല്ലാ സെക്ഷനിലെയും എല്ലാ ഡാറ്റയും കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് വെക്കുകയാണ്, ഒരു സിംഗിൾ അല്ലെങ്കിൽ ഒരു ഡാറ്റാബേസ്, ഒരു സിംഗിൾ ഡാറ്റാബേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. നോക്കിയേ പല പല മൊഡ്യൂൾസ് ആക്കാം. ആ ഒരു ഫിഗറിൽ നോക്കിയാൽ കാണാൻ പറ്റും. പ്രൊഡക്ഷൻ പ്ലാനിങ്, അല്ലെങ്കിൽ ഫിനാൻസ്, മാർക്കറ്റിംഗ്, HR, പ്രൊഡക്ഷൻ, സെയിൽസ്, ഡിസ്ട്രിബ്യൂഷൻ, ഇങ്ങനെ ഓരോ സെക്ഷനിലെയും എല്ലാ വാല്യൂയും കണ്ടു ഒരു സെൻട്രൽ ഡാറ്റാബേസിലോട്ടാണ് പോണത്. അപ്പോൾ ഏതൊരു ഡിപ്പാർട്ട്മെന്റിലെ ഡാറ്റയാണെങ്കിലും ഇപ്പം ഞാൻ ഫിനാൻസിന്റെ കാര്യങ്ങൾ ഫുൾ അപ്ഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഇന്നിപ്പോൾ എത്ര മാർക്കറ്റ് ചെയ്തു, അല്ലെങ്കിൽ എന്താണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, അങ്ങനെയുള്ള, പിന്നെ അല്ലെങ്കിൽ HR-ന്റെ കീഴിലുള്ള എല്ലാ സ്റ്റാഫിൻ്റെയും ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ്റെ ഡീറ്റെയിൽസ്, സെയിൽസിൻ്റെ ഡീറ്റെയിൽസ്, അങ്ങനെ പിന്നെ എല്ലാ ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ ഡാറ്റയും നമ്മൾ എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, ഈ ഒരു സെൻട്രൽ ഡാറ്റാബേസിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ്, ഇതാണ് നമ്മൾ ഇന്ന് പറയുന്നത് ERP സിസ്റ്റം. അപ്പോൾ ERP സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു എൻ്റർപ്രൈസിലെ എല്ലാ ഫങ്ഷണൽ ഏരിയാസിനെയും അതിലുള്ള എല്ലാ ഡാറ്റയെയും എന്ത് ചെയ്യാണ്, ഒരു സിംഗിൾ ഡാറ്റാബേസിലാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആ സിംഗിൾ ഡാറ്റാബേസിനെയാണ് നമ്മൾ എന്താ പറയുക, സെൻട്രൽ ഡാറ്റാബേസിൽ. ആ ഒരു ഫിഗർ നോക്കിയാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും, കണ്ടില്ലേ, ഓരോരോ സെക്ഷനിലെയും ഡാറ്റാസ് നമ്മൾ എവിടേക്കാണ് പോണത്, ആ ഒരു സെൻട്രൽ ഡാറ്റാബേസിലാണ് നമ്മൾ എന്ത് ചെയ്ത് വെക്കുന്നത്, സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. വാട്ട് ആർ ദി ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ERP? നെക്സ്റ്റ് പറയുന്നത് ERPയുടെ എന്തൊക്കെയാണ് ഫങ്ഷണൽ യൂണിറ്റ്സ് എന്നാണ് പറയണത്. ഈ ഒരു കുറേ മൊഡ്യൂൾസ് ഉണ്ട്, അതായത് ഫങ്ഷണൽ യൂണിറ്റ് എന്തൊക്കെയാണ് ഫങ്ഷൻ എന്ന് പറയുന്നത്, കുറച്ചധികം മൊഡ്യൂൾസുകൾ ഉണ്ട്. ഓരോ മൊഡ്യൂൾസിലും ഓരോരോ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഓരോ സെക്ഷനും പറയണത്, ഓരോരോ മൊഡ്യൂളിലും. സോ നമുക്ക് ഓരോ മൊഡ്യൂളായിട്ട് നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ്സ് എന്നുള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഫിനാൻഷ്യൽ മൊഡ്യൂൾ. ഫിനാൻഷ്യൽ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ക്യാൻ കളക്ട് ഫിനാൻഷ്യൽ ഡാറ്റ ഫ്രം വേരിയസ് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ജനറേറ്റ് വാല്യുബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ട് ലൈക്ക് ബാലൻസ് ഷീറ്റ്, അല്ലെങ്കിൽ ജനറൽ ലെഡ്ജർ, ട്രയൽ ബാലൻസ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എക്സെട്ര. സോ ഈ ഒരു ഫിനാൻഷ്യൽ മൊഡ്യൂളിൽ നമ്മൾ പറയുന്നത് എല്ലാ ഫിനാൻഷ്യൽ ഡാറ്റാസും, അതായത് ഓരോരോ കുറേ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന പറഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും ഫിനാൻഷ്യൽ ഡാറ്റാസ് ആണ് ഈ ഒരു മൊഡ്യൂളിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. എന്താണ്, ഓരോ മൊഡ്യൂൾസും, നമ്മളൊരു ഫോം ആണെങ്കിൽ നമ്മൾ പറഞ്ഞ പല പല ഡിപ്പാർട്ട്മെന്റ്സ്, അപ്പൊ അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഫിനാൻഷ്യൽ ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്ത് വെക്കുകയാണ്, ഈ ഒരു മൊഡ്യൂളിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അതായത് നമുക്കറിയാം റിപ്പോർട്ട്, ബാലൻസ് ഷീറ്റ് ആകും റെഡിയാക്കുക, അതുപോലെ ലെഡ്ജേഴ്സ്, ട്രയൽ ബാലൻസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ ഒരു ഫിനാൻഷ്യൽ മൊഡ്യൂളിലാണ്. പിന്നെ നെക്സ്റ്റ് മാനുഫാക്ചറിങ് മൊഡ്യൂള്. മാനുഫാക്ചറിങ് മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, നമ്മുടെ ഈ ഒരു ദിസ് മൊഡ്യൂൾ ഓഫ് ERP enables an enterprise to combine ടെക്നോളജി ആൻഡ് ബിസിനസ് പ്രോസസ് ടു ഗെറ്റ് ഇൻ്റഗ്രേറ്റഡ് സൊല്യൂഷൻ. അതായത് നമ്മൾ എന്താണ് ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ബിസിനസ് പ്രോസസ്സ്, നമ്മുടെ ആ ഒരു പോകുന്ന ഒരു ബിസിനസ്സിൻ്റെ പ്രോസസ്സും ടെക്നോളജീസ് എല്ലാം കൂടി ചേർന്നിട്ട് നമുക്കൊരു സൊല്യൂഷൻ, അല്ലെങ്കിൽ നമുക്കൊരു കോമൺ ഗോളിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, വർക്ക് ചെയ്യാണ്. നെക്സ്റ്റ് പ്രൊഡക്ഷൻ പ്ലാനിങ് മൊഡ്യൂള്. അതായത് ഈ ഒരു പ്രൊഡക്ഷൻ പ്ലാനിങ് മൊഡ്യൂളിൽ നമ്മൾ എന്താണ്, ഒപ്റ്റിമൈസ് ദി യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ് ആൻഡ് ഹെൽപ്പ് ദി ഓർഗനൈസേഷൻ ടു പ്ലാൻ ദയർ പ്രൊഡക്ഷൻ. നമ്മുടെ കയ്യിലുള്ള മാക്സിമം, അതായത് നമ്മുടെ കയ്യിലുള്ള മാക്സിമം റിസോഴ്സസിനെ നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മളൊരു പ്ലാൻ ചെയ്യാണ്, ഇങ്ങനെയായിരിക്കണം നടക്കേണ്ടത്. നമ്മളൊരു പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം, അതായത് ആ ഒരു പ്രൊഡക്റ്റ് കൂടുതൽ സക്സസ് ആവാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്ലാൻ തയ്യാറാക്കണം. സോ നമ്മുടെ കയ്യിലുള്ള
റിസോഴ്സസ്, നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു ഓർഗനൈസേഷൻ ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്ന, ആ ഒരു പ്ലാനിൻ്റെ ബേസിലാണ് നമ്മൾ ആ ഒരു പ്രൊഡക്ഷൻ നടക്കേണ്ടത്. സോ ഈ ഒരു മാക്സിമം റിസോഴ്സസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊരു ഓർഗനൈസേഷനിൽ മാക്സിമം റിസോഴ്സസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു പ്രൊഡക്ഷൻ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എന്താണ് ഓർഗനൈസേഷനെ മാക്സിമം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൊഡക്ഷൻ പ്ലാനിങ് മൊഡ്യൂൾ നമ്മൾ ചെയ്യണത്. ഇനി നെക്സ്റ്റ് HR മൊഡ്യൂൾ. HR മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഡാറ്റസും ഹ്യൂമൻ റിസോഴ്സ്, അതായത് HR എന്ന് പറഞ്ഞാൽ എന്താണ്, ഹ്യൂമൻ റിസോഴ്സസ്. ഇറ്റ് മെയിൻറ്റെയിൻ an updated and complete employee database including personal information, salary details, attendance, performance, promotion, etc. all of employees in a enterprise. അതായത് ഒരു എന്റർപ്രൈസിൽ എത്ര എംപ്ലോയീസ് ഉണ്ടോ, അതായത് സ്റ്റാർട്ടിങ് ടു എത്ര എംപ്ലോയീസ് ഉണ്ടെങ്കിലും അവരുടെ എല്ലാ ഇൻഫർമേഷനും ഈ ഒരു HR മൊഡ്യൂളിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നമ്മൾക്കിപ്പോൾ ഒരു എന്റർപ്രൈസ് അല്ലെങ്കിൽ ഒരു ഫേം ആണെങ്കിൽ എന്താണ്, കുറേ എംപ്ലോയീസ് ഉണ്ടായിരിക്കുമില്ലേ. സോ അങ്ങനെ ഓരോ എംപ്ലോയിയുടെയും ഓരോ ഡീറ്റെയിൽസും, അതായത് പേഴ്സണൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ സാലറിയുടെ, പിന്നെ അതുപോലെ അറ്റൻഡൻസ്, അവരുടെ ആ ഒരു ഫുൾ ഇതിന് വേണ്ടിയിട്ടുള്ള അറ്റൻഡൻസ്, അതുപോലെ പെർഫോമൻസ്, എങ്ങനെയാണ് അവരുടെ പെർഫോമൻസ്, ജോലി എങ്ങനെയാണ് ചെയ്യുന്നത്, അതനുസരിച്ചിട്ടുള്ള പ്രൊമോഷൻ്റെ ഡീറ്റെയിൽസ്, അങ്ങനെ വേണ്ട ഒരു എംപ്ലോയി, അതായത് ഒരു ഫേമിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിയുടെ എല്ലാ ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽസ് നമ്മൾ എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, HR മൊഡ്യൂളിലാണ്. HR മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹ്യൂമൻ റിസോഴ്സ്. അതുപോലെ നെക്സ്റ്റ് ഇൻവെന്ററി കൺട്രോൾ മൊഡ്യൂൾ. ദിസ് മൊഡ്യൂൾ കവേഴ്സ് പ്രോസസ് ഓഫ് മെയിൻറ്റെയിനിങ് ദി അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് സ്റ്റോക്ക് ഇൻ ദി വെയർ ഹൗസ്. സോ ഈ ഒരു ഇൻവെന്ററി കൺട്രോൾ മൊഡ്യൂളിലാണ് നമ്മൾ എന്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, നമ്മളെ ലെവൽ ഓഫ് സ്റ്റോക്ക്, അതായത് പ്രൊഡക്റ്റുകളുടെ സ്റ്റോക്ക് നമ്മൾ എപ്പോഴും നമ്മുടെ വെയർ ഹൗസിലുള്ള പ്രൊഡക്റ്റുകളുടെ സ്റ്റോക്കുകളെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇൻവെന്ററി കൺട്രോൾ മൊഡ്യൂളിലാണ്. അപ്പം ഇൻവെന്ററി മൊഡ്യൂളിൽ നമ്മൾ എന്താണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ഇൻഫർമേഷൻസ് ആണ് നമുക്ക് കിട്ടുക, സ്റ്റോക്ക് ലെവലാണ്. അതായത് ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ, ഓരോ റോ മെറ്റീരിയൽസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, അത് എത്രത്തോളം സ്റ്റോക്കുകൾ ഉണ്ട്, അപ്പം നമുക്ക് വീണ്ടും, അതായത് ആ ഒരു സ്റ്റോക്ക് ലെവൽ നോക്കിയിട്ട് നമ്മൾ ഇപ്പോഴും സ്റ്റോക്ക് ലെവൽ കുറയുന്നതനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഒരു പ്രൊഡക്റ്റ് ഇല്ലാതായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു വർക്കിംഗ് അവിടെ വെച്ച് നിൽക്കും. സോ എന്ത് വേണം, നമ്മളുടെ ആ ഒരു ഇൻവെന്ററി കൺട്രോൾ മൊഡ്യൂളിൽ എല്ലാ സ്റ്റോക്ക്, അത് ഓരോ പ്രൊഡക്റ്റിൻ്റെയും ഓരോ റോ മെറ്റീരിയൽസിൻ്റെയും എന്ത് വേണം, സ്റ്റോക്കുകൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ സ്റ്റോക്കുകൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൊഡ്യൂളാണ് ഇൻവെന്ററി കൺട്രോൾ മൊഡ്യൂൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? പർച്ചേസ് മൊഡ്യൂളാണ് ഇനി നെക്സ്റ്റ് വൺ വരുന്നത്. പർച്ചേസ് മൊഡ്യൂൾ. ദിസ് മൊഡ്യൂൾ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ദി റിക്വയർഡ് റോ മെറ്റീരിയൽസ് അവൈലബിൾ ഇൻ ദി റൈറ്റ് ടൈം ആൻഡ് ദി റൈറ്റ് പ്ലേസ്. അപ്പോൾ ഈ ഒരു പർച്ചേസ് മൊഡ്യൂൾ നമ്മൾ എന്താണ്, നമ്മുടെ ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ കുറേ റോ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഈ റോ മെറ്റീരിയൽസ് റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ, അതായത് ശരിയായ സമയത്ത് അത്രയും ആ ശരിയായ പ്രൈസ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റിക്വേർഡ് ആയിട്ടുള്ള എല്ലാ റോ മെറ്റീരിയൽസിനും അവൈലബിൾ, അതായത് നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ പർച്ചേസ് മൊഡ്യൂളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ആവശ്യമുള്ള എല്ലാ റോ മെറ്റീരിയൽസിനെയും എന്ത് ചെയ്യുക, കളക്ട് ചെയ്ത് വെക്കണം. കളക്ട് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അത് എന്താണ്, റൈറ്റ് പ്രൈസ് ആയിരിക്കണം. നമ്മൾ കുറേ പൈസ കൊടുത്തിട്ടായിരിക്കരുത്, നമുക്ക് നിന്നൊരു മിനിമം, അതായത് ഒരു ആവറേജ് വാല്യൂ കൊടുത്തിട്ട് അല്ലെങ്കിൽ ആവറേജ് ഇത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യാണ്, കളക്ട് ചെയ്ത് വെക്കുകയാണ്. സോ ഈ ഒരു പർച്ചേസ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാലാണ് റോ മെറ്റീരിയൽസ് നമ്മൾ കറക്റ്റ് പ്ലേസിൽ ആവശ്യമായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്ത് വെക്കുന്നത്, കളക്ട് ചെയ്ത് വെക്കുന്നത്. മാർക്കറ്റിംഗ് മൊഡ്യൂൾ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മോണിറ്ററിംഗ് ആൻഡ് ട്രാക്കിംഗ് കസ്റ്റമർ ഓർഡേഴ്സ്, ഇൻക്രീസിങ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഫോർ എലിമിനേറ്റിംഗ് ക്രെഡിറ്റ് റിസ്ക്. സോ ഈ മാർക്കറ്റിംഗ് മൊഡ്യൂളിൽ നമ്മൾ എന്താണ്, ഈ കസ്റ്റമറുടെ ഓർഡേഴ്സ്, അതായത് നമ്മളിപ്പോൾ കസ്റ്റമർ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തു, അപ്പോൾ
അവരുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് എല്ലാ കാര്യങ്ങളും മാർക്കറ്റിംഗ് അത് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് നമ്മൾ എന്താണ്, നമുക്ക് ആ ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു, എന്നിട്ട് അതിന് കറക്റ്റ് ആയിട്ടല്ലേ, അതായത് നമ്മുടെ എല്ലാ ഓർഡറും കറക്റ്റ് ആയിട്ടല്ലേ കിട്ടുന്നത്, കസ്റ്റമർക്ക് അതിന് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് അവർ ഓർഡർ ചെയ്ത ഇത് കറക്റ്റായിട്ട് ഓർഡർ ചെയ്ത സമയത്തൊക്കെ കിട്ടുന്നില്ലേ എന്നൊക്കെയാണ് നമ്മൾ മാർക്കറ്റിംഗ് മൊഡ്യൂൾ. അതായത് ഈ മാർക്കറ്റിംഗ് മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻലി കസ്റ്റമേഴ്സ് അവരുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട്, അവരുടെ മൈൻഡ് എങ്ങനെയാണ്, അവർക്ക് വേണ്ടിയിട്ട് അവരുടെ കാര്യങ്ങൾ നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് വേഗം നല്ല രീതിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് നമ്മൾ മാർക്കറ്റിംഗ് മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മൊഡ്യൂളിൽ ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇനി അതുപോലെ തന്നെ സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ മൊഡ്യൂള്. ഈ സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ മൊഡ്യൂളിലാണ് നമ്മൾ മെയിൻലി എന്ത് ചെയ്യുന്നത്, നമുക്ക് ആ ഒരു സെയിൽസ് സൈക്കിൾ, അതായത് നമ്മൾക്കിപ്പോൾ എൻക്വയറീസ് ഉണ്ടായിരിക്കാം, അതുപോലെ ഓർഡർ പ്ലേസ് ചെയ്യുക, അതുപോലെ ഓർഡർ ഷെഡ്യൂൾ ചെയ്യുക, ഡിസ്പാച്ചിങ് ചെയ്യുക, ഇൻവോയ്സ് ചെയ്യുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ മൊഡ്യൂളിലാണ്. ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എത്തിക്കണം, അതായത് സെയിൽ ചെയ്യണം. സോ ആ ഒരു സെയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് നമ്മൾ പോയി സെയിൽ ചെയ്യില്ല, അതിനോട് ജസ്റ്റ് ഒരു സ്റ്റേജസ് ഉണ്ട്. അതായത് നമ്മൾ എന്താണ്, കസ്റ്റമർ ആദ്യം എന്ത് ചെയ്യാണ്, അവരുടെ എൻക്വയറീസ് തരാണ്, അതല്ലെങ്കിൽ എന്താണ് ഏതൊക്കെയാണ് പ്രൊഡക്റ്റുകൾ വേണ്ടതെന്നുള്ളത് നമ്മൾ അവർ ലിസ്റ്റ് ചെയ്യുന്നു. സോ അതനുസരിച്ചിട്ട് നമ്മൾ അവരെന്ത് ചെയ്യണം, ഓർഡർ പ്ലേസ് ചെയ്യണം. ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് അവർ ഓർഡർ പ്ലേസ് ചെയ്യണം. ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അത് നമ്മൾ എന്ത് ചെയ്യണം, ഓർഡറിനെ ഷെഡ്യൂൾ ചെയ്യണം. അതായത് നമ്മളിപ്പോൾ ഈ ഒരു ദിവസം ഓർഡർ ചെയ്തു കഴിഞ്ഞ എത്ര ദിവസത്തിനുള്ളിൽ ആ ഒരു പ്രൊഡക്റ്റ് കസ്റ്റമറിൻ്റെ അടുത്ത് എത്താം, അങ്ങനെ വേണ്ടിയിട്ട് ആ കറക്റ്റായിട്ടുള്ള ഷെഡ്യൂളിങ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ അല്ലെങ്കിൽ ഈ ഒരു മൊഡ്യൂളിലാണ് അത് ഡീൽ ചെയ്യുന്നത്. അതുപോലെ ഇൻവോയ്സിങ്, നമ്മുടെ ആ ഒരു കറക്റ്റായിട്ടുള്ള ബില്ലും കാര്യങ്ങളും ഡിസ്പാച്ചിങ്ങും അങ്ങനെ എല്ലാ കാര്യങ്ങളും, അതായത് ഒരു സെയിൽസിൻ്റെ സൈക്കിൾ എന്നാണ് ഇവിടെ പറയുന്നത്. സൈക്കിൾ അതായത് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നത്തെ നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എവിടേക്കാണ് ഇതിനെ എത്തിക്കേണ്ടത്, കസ്റ്റമറുടെ അടുത്തേക്ക് എത്തിക്കണം. സോ അത് കസ്റ്റമർ ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റി എൻക്വയറി ചെയ്ത് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, അതിന് ഓർഡർ പ്ലേസ് ചെയ്ത് അത് കഴിഞ്ഞ് ആ ഒരു പ്ലേസ് ചെയ്തതിന് ശേഷം അവരുടെ അടുത്ത് എത്തുന്ന വരെയുള്ള ഒരു പ്രോസസ്സാണ് നമ്മൾ ഇവിടെ പറയണത്. അതുപോലെ നെക്സ്റ്റ് ക്വാളിറ്റി മാനേജ്മെൻറ്റ് മൊഡ്യൂള്. ദിസ് മൊഡ്യൂൾ ഈസ് യൂസ്ഡ് ഫോർ മാനേജിങ് ദി ക്വാളിറ്റി ഓഫ് ദി പ്രൊഡക്റ്റ്. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് നല്ല അത്രയും ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് കസ്റ്റമർ അത് എന്ത് ചെയ്യുള്ളൂ, മേടിക്കുള്ളൂ ഇല്ലേ. നമ്മൾ എപ്പോഴും പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മളെ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ ടൈമിൽ നമ്മൾ അതിനെ മാക്സിമം ക്വാളിറ്റി എൻഷുർ ചെയ്യണം. സോ ഈ ക്വാളിറ്റിയുടെ ഡീറ്റെയിൽസ്, അതായത് നല്ല റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടല്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മളൊരു പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സ് നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അത്രയും നല്ല ക്വാളിറ്റിയിൽ നമ്മൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. സോ അങ്ങനെ ഈ ക്വാളിറ്റിയുടെ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ്, ക്വാളിറ്റീനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് ക്വാളിറ്റി മാനേജ്മെൻറ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. സോ ഈ ഒരു മൊഡ്യൂളിൽ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ക്വാളിറ്റീനെ പറ്റിയാണ്. അപ്പോൾ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത്, ഫങ്ഷണൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ ERPയുടെ ഫങ്ഷണൽ യൂണിറ്റ് ഇത്രയുമാണ്. ഏതൊക്കെയാണ് പറഞ്ഞത്, ഫിനാൻഷ്യൽ മൊഡ്യൂള്, മാനുഫാക്ചറിങ് മൊഡ്യൂള്, പ്രൊഡക്ഷൻ പ്ലാനിങ് മൊഡ്യൂള്, HR മൊഡ്യൂള്, ഇൻവെൻട്രി കൺട്രോൾ മൊഡ്യൂള്, പർച്ചേസിംഗ് മൊഡ്യൂള്, മാർക്കറ്റിംഗ് മൊഡ്യൂള്, സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ മൊഡ്യൂള്, ക്വാളിറ്റി മാനേജ്മെൻറ്റ് മൊഡ്യൂള്. ഇത്രയും മൊഡ്യൂൾസ് ആണ് ഈ ഒരു സെക്ഷനിൽ വരണത്. ക്ലിയർ അല്ലേ? ബിസിനസ് പ്രോസസ് റീ എൻജിനീയറിംഗ്. എന്താണ് ബിസിനസ് പ്രോസസ് റീ എൻജിനീയറിംഗ്? BPR is the analysis and redesign of workflow within enterprise. It involves changes in structure and process of a business environment. Re-engineering of a business will result in efficient time management, reduced costs and active utilization of resources. ഓക്കെ, ഈ ഒരു BRP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾക്ക് ഒരു റീ എൻജിനീയറിംഗ് ആണ്.
റീ എഞ്ചിനീയറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു എൻ്റർപ്രൈസിൽ നമ്മൾ ഒരു അതായത് ആ ഒരു വർക്കിൻ്റെ ഫ്ലോ ഒരു രീതിയിൽ നമ്മളിങ്ങനെ ചെയ്തു പോവാണ്. 1 by 1 ആയിട്ട് ഇങ്ങനെ ഓരോരോ പ്രോസസ്സുകളും നമ്മൾ ചെയ്തു പോവാണ്. സോ അതിന് നമ്മൾ ആ ഒരു റീഡിസൈൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അതിന് നമ്മൾ എന്ത് ചെയ്യാണ്, റീ എഞ്ചിനീയറിങ് ചെയ്യാണ്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വർക്കിനെ വീണ്ടും നമ്മളൊന്ന് റീഡിസൈൻ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫ്ലോയിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വർക്കിങ്ങിൻ്റെ ആ ഒരു ഡിസൈൻ നമ്മൾ മാറ്റാണ്, ഫ്ലോ മാറ്റാണ്. എന്നിട്ട് വേറെ രീതിയിൽ നമ്മൾ എന്താണ് ഒന്ന് ഡിസൈൻ ചെയ്ത് നോക്കാണ്. സോ ഇങ്ങനെ ഡിസൈൻ ചെയ്യുമ്പോൾ റീ എഞ്ചിനീയറിങ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് അവിടെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റണത്, അവിടുത്തെ റിഡ്യൂസ്ഡ് കോസ്റ്റ്, അതുപോലെ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, മാക്സിമം റിസോഴ്സസ് നമ്മൾ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യും, അതുപോലെ കോസ്റ്റ് കുറയ്ക്കും. ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾക്ക് ഈ ഒരു ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് റീ എഞ്ചിനീയറിങ്ങിൽ ചെയ്യാൻ പറ്റുക. അതായത് നമ്മളിപ്പം റീ എഞ്ചിനീയറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ബിസിനസ്സിൻ്റെ പ്രോസസ്സ്, ആ ബിസിനസ്സിൻ്റെ പ്രോസസ്സിനെ നമ്മൾ റീഡിസൈൻ ചെയ്യാണ്. വർക്കിനെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിൻ്റെ ഒരു ഫ്ലോനെ മാറ്റിയിട്ട് നമ്മൾ ഒന്നും കൂടി ഡിസൈൻ ചെയ്യാണ്. സോ അങ്ങനെ ഡിസൈൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ടൈം മാനേജ്മെൻ്റ് ആണെങ്കിലും കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, അതുപോലെ തന്നെ നമുക്ക് മാക്സിമം റിസോഴ്സസിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. Re-engineering is the rethinking and redesigning of a business process to achieve improvements in the performance of an enterprise. Business process is a structured set of activities designed to produce a specified output for an enterprise. സോ റീ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു റീതിങ്കിങ് ആണ്. ഇപ്പം നമ്മൾ ഇത്രയും നാൾ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വർക്ക് സ്ട്രക്ചർ ഉണ്ടല്ലോ, അതിനെ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകിൽ റീസ്ട്രക്ചർ അല്ലെങ്കിൽ റീഡിസൈൻ ചെയ്യണം. സോ ഇങ്ങനെ റീഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്താണ് നമ്മളുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണം. അതായത് നമ്മൾ ഒന്നും കൂടി നമ്മുടെ പെർഫോമൻസ്, ബിസിനസ്സിലുള്ള ആ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ആ ഒരു ഔട്ട് കൊടുക്കണത് നല്ല രീതിയിൽ നമുക്ക് കൊടുക്കണം. എങ്ങനെയായിരിക്കണം ആ ഒരു ഔട്ട് കൊടുക്കുമ്പോൾ മാക്സിമം നമ്മൾ നമ്മുടെ ടൈം മാനേജ് ചെയ്യുക, അതുപോലെ തന്നെ കോസ്റ്റ് കുറയ്ക്കുക, അതുപോലെ മാക്സിമം റിസോഴ്സസിനെ നമ്മൾ എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യണം. സോ റീ എഞ്ചിനീയറിങ്, അത് BPR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീതിങ്കിങ് അല്ലെങ്കിൽ എന്താണ് പറയുക, റീഡിസൈൻ ചെയ്യാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ എൻ്റർപ്രൈസിൽ ഒരു മെത്തേഡ് ഉണ്ടായിരിക്കും ഇല്ലേ, ആ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്ന് റീതിങ്ക് ചെയ്തിട്ട് റീഡിസൈൻ ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടെ എന്താണ് ഉണ്ടാവുക, നമ്മൾ മാക്സിമം നമ്മുടെ ടൈമും അതുപോലെ തന്നെ കോസ്റ്റ് കുറയ്ക്കാൻ നോക്കണം, അതുപോലെ മാക്സിമം റിസോഴ്സസിനെ നമ്മൾ എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യണം. ഇതാണ് BPR എന്ന് പറയുന്നത്, ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്. വാട്ട് ഈസ് ദി കണക്ഷൻ ബിറ്റ്വീൻ ERP ആൻഡ് BPR? അതായത് നമ്മുടെ ERPയും BPRും തമ്മിലുള്ള ഒരു കണക്ഷനാണ്. എന്താണ് അത് തമ്മിലുള്ള ഒരു കണക്ഷൻ? So business process re-engineering will help an enterprise to determine the changes in the structure or process of a business for better acceptance. So ERP and BRP are related and they go head in hand. അതായത് നമ്മൾ നമ്മൾ ഈ ഒരു BPR എന്ന് പറഞ്ഞാൽ എന്താണ്, റീ എഞ്ചിനീയറിംഗ് ആണ്. ഒരു ഫേമിൽ നല്ല രീതിയിൽ നമ്മളെ നല്ല ഔട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് എല്ലാ പ്ലാനിങ്ങും നല്ല രീതിയിൽ നമ്മുടെ റിസോഴ്സസ് ഒക്കെ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് നല്ല രീതിയിൽ നമ്മൾക്ക് എന്തിനു വേണ്ടിയിട്ടാണ്, നല്ലൊരു ഔട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്, BPR ഒരു ഫേമിൽ അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസിൽ നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മളുടെ എൻ്റർപ്രൈസിന് കൂടുതൽ ബെനിഫിറ്റാണ് ഈ ഒരു BPR വഴി നമുക്ക് കിട്ടണത് അല്ലേ. നമ്മൾക്ക് ഉണ്ടായിരുന്ന എല്ലാ സ്ട്രക്ചേഴ്സും മാറ്റിയിട്ട് നമ്മൾ പുതിയ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ റീഡിസൈൻ ചെയ്യാണ്. അപ്പം അങ്ങനെ നമ്മൾ ഈ ഒരു റീഡിസൈൻ ചെയ്യുമ്പോൾ ആർക്കാണ് അവിടെ ബെനിഫിറ്റ്? ERP, അതായത് നമ്മുടെ എൻ്റർപ്രൈസിനാണ് അവിടെ ബെനിഫിറ്റ്. ആ എൻ്റർപ്രൈസിന് നല്ല രീതിയിൽ ഔട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് അവരുടെ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റീതിങ്ക് ചെയ്ത് അല്ലെങ്കിൽ റീഡിസൈൻ ചെയ്യണത്. സോ ഈ ഒരു
BPR നല്ല രീതിയിൽ നമ്മൾ BPR നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മുടെ എൻ്റർപ്രൈസിനാണ് ബെനിഫിറ്റ്. നല്ല രീതിയിൽ അവിടുത്തെ എല്ലാ റിസോഴ്സസും ഒക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ട് കോസ്റ്റ് മാക്സിമം കുറച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ ഒരു ഡിസൈൻ ചെയ്യണം. സോ അങ്ങനെ റീഡിസൈൻ ചെയ്ത് നല്ല രീതിയിൽ ആ ഒരു സ്ട്രക്ചറായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കും, നമ്മുടെ ആ ഒരു ബിസിനസ് അവരുടെ ആ ഒരു പ്രൊഡക്റ്റ് മാക്സിമം നല്ല ഔട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് പറയണത് വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് ERP ഇംപ്ലിമെൻറ്റേഷൻ. അതായത് നമ്മുടെ ഡിഫറെൻറ്റ് ഫേസസ് ആണ്. നമ്മളൊരു ERP നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എന്താണ് അവിടുത്തെ ഡിഫറെൻറ്റ് ഫേസസ് ആണ് പറയണത്. നമ്മൾ ആ ഒരു നമ്മളുടെ ആ ഒരു പാക്കേജ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതിനേക്കാളും മുന്നേ അതെന്താണ് കുറച്ച് ഡിഫറെൻറ്റ് ഫേസസിലൂടെയാണ് കടന്നു പോകണത്. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, നേരിട്ടല്ല ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യില്ല, ഇംപ്ലിമെൻറ്റ് ചെയ്യില്ല. നമ്മൾ കുറച്ച് ആലോചിച്ച് അല്ലെങ്കിൽ കുറച്ച് സ്റ്റേജസിലൂടെ കടന്നു പോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മൾ ഓരോ പാക്കേജസിനെ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോണത്. സോ നമ്മുടെ ERPയിലെ ഡിഫറെൻറ്റ് അത് നമ്മൾ ആ ഒരു ERP നമ്മൾ ഫോമിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോണേക്കാളും മുന്നേ അവിടുത്തെ കുറച്ച് ഫേസസ് ഉണ്ട്. ആ ഒരു ഫേസസ് ആണ് ഇനി നെക്സ്റ്റ് പറയണത്. ഫസ്റ്റ് വൺ ആണ് പ്രീ ഇവാലുവേഷൻ സ്ക്രീനിങ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെലക്ടിങ് എ അപ്രോപ്രിയേറ്റ് ERP പാക്കേജ്. ഈ ഒരു സ്റ്റേജിൽ അത് ഏറ്റവും ഫസ്റ്റ് സ്റ്റേജാണ് നമ്മൾ പറയണത്. ഇവിടെ ഈ ഒരു ERP സ്റ്റേജിൽ നമ്മൾ ERP പാക്കേജിന് നമ്മൾ എന്ത് ചെയ്യാണ്, സെലക്ട് ചെയ്യാൻ നമുക്ക് കുറേ ERP പാക്കേജസ് ഉണ്ടായിരിക്കും. അപ്പം നമ്മൾക്ക് വേണ്ടത്, നമ്മൾക്ക് ആവശ്യമായത് അല്ലെങ്കിൽ നമ്മൾക്കറിയാം നമ്മുടെ ഫേമിന് ആവശ്യമായിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു പാക്കേജിനെ നമ്മൾ നോക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ഫസ്റ്റ് സ്റ്റേജിൽ നമ്മളിങ്ങനെ കുറേ ERPകൾ നമുക്ക് കാണാം. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം ക്ലിക്ക് ആയിക്കണം, ഇതാണ് നമ്മുടെ ഫേമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് സ്യൂട്ട് ആയിട്ടുള്ള ഒരു ERP എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രീ ഇവാലുവേഷൻ സ്ക്രീനിങ് ചെയ്യാണ്. നമ്മൾ നോക്കുമ്പോൾ ഇതായിരിക്കും സ്യൂട്ട് ആയതെന്നുള്ള രീതിയിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുകയാണ്. അത് കഴിഞ്ഞ നെക്സ്റ്റ് സ്റ്റെപ്പാണ് പാക്കേജ് സെലക്ഷൻ. ദി സ്ക്രീൻഡ് പാക്കേജ് ഷുഡ് ബി ഫ്ലെക്സിബിൾ ഇനഫ് ടു മീറ്റ് ദി എൻ്റർപ്രൈസ് റിക്വയർമെൻറ്റ്. അതായത് നമ്മളിപ്പോൾ സ്ക്രീൻ ചെയ്തിട്ടുണ്ടല്ലോ, ഇപ്പം നമ്മൾ ഒരു ജസ്റ്റ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക്. സോ ആ ഒരു പാക്കേജിൻ്റെ സെലക്ഷനാണ് പറയണത്. സോ അതെന്തായിരിക്കണം, നമ്മളിപ്പോൾ സ്യൂട്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിട്ടാണ് ജസ്റ്റ് ഒന്ന് മോണിറ്റർ ചെയ്തിട്ടുള്ള ആ ഒരു പാക്കേജ് ഷുഡ് ബി ഫ്ലെക്സിബിൾ. അതായത് നമുക്ക് രീതിയിൽ നമ്മുടെ ഫോമിന് പറ്റിയതായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ റിക്വയർമെൻറ്റ് നമ്മുടെ എൻ്റർപ്രൈസിലുള്ള റിക്വയർമെൻറ്റ്, ഓരോ എൻ്റർപ്രൈസിലും പല പല റിക്വയർമെൻ്റ് ആയിരിക്കും. സോ നമ്മുടെ എൻ്റർപ്രൈസ് എന്താണ് അത് നമുക്കാണ് അറിയാം. സോ അതിൻ്റെ റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ട് അതിൻ്റെ ആവശ്യങ്ങൾ എല്ലാം ആ ഒരു റിക്വയർമെൻ്റ് ഒക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന പാക്കേജ് ആണോ എന്നാണ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ നോക്കുന്നത്. Then project planning. In this phase, the implementation process is planned and designed. So, ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ പ്രൊജക്റ്റ് പ്ലാനിങ് ആണ്. അത് നമ്മുടെ ഇംപ്ലിമെൻറ്റേഷൻ പ്രോസസ്സാണ്. നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു, നമുക്ക് വേണ്ട ERP നമ്മൾ എന്ത് ചെയ്ത് വെച്ചാൽ അവിടെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പ്ലാൻഡ് ആൻഡ് നമ്മൾ ആ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പാക്കേജ് നമ്മളവിടെ എന്ത് ചെയ്യാണ്, ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പ്ലാൻ ചെയ്യാണ്. ഇവിടെയാണ് നമ്മളുടെ ആ ഒരു മെയിൻ ആയിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നത്. ഇനി ഗ്യാപ്പ് അനാലിസിസ്. നെക്സ്റ്റ് gap analysis. Even the best ERP package will be able to meet only 80% of the needs of the enterprise. So the gap should be analyzed. അതായത് നമ്മളുടെ എത്ര നല്ല ഒരു ERP പാക്കേജ് ആണെങ്കിലും അവിടെ ആ ഒരു എൻ്റർപ്രൈസിന് വേണ്ടിയിട്ടുള്ള നീഡ്സ് അല്ലെങ്കിൽ അവരുടെ റിക്വയർമെൻറ്റ്സ് 80% ആണ് നമ്മൾ കവർ ചെയ്യുക. സോ ബാക്കി നമ്മൾ ആ ഒരു ഗ്യാപ്പിനെ നമ്മൾ എപ്പോഴും അനലൈസ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് ബാക്കി നമുക്കിപ്പോൾ എത്ര പെർസെൻറ്റേജ് ആണ് നമുക്ക് ആ ഒരു പാക്കേജിൽ നിന്ന് നമ്മുടെ റിക്വയർമെൻറ്റിനുള്ള കാര്യങ്ങൾ മീറ്റ് ചെയ്യണമെന്ന്, ബാക്കി അത് കഴിഞ്ഞിട്ട് അതായത് എത്രത്തോളം നമുക്കത് മീറ്റ് ചെയ്യാൻ പറ്റില്ല, എത്രത്തോളം നമ്മളുടെ എൻ്റർപ്രൈസിന് സ്യൂട്ടാണ്, എത്ര പെർസെൻറ്റേജ് സ്യൂട്ടാണ്, അത് നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, ഒന്ന് ജസ്റ്റ് വാച്ച് ചെയ്യണം, ഒന്ന് മോണിറ്റർ ചെയ്യണം. എത്ര പെർസെൻറ്റേജ് നമുക്ക് മീറ്റ് ചെയ്യാം, ബാക്കി എത്ര പെർസെൻറ്റേജ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എൻ്റർപ്രൈസിനനുസരിച്ചിട്ട് നമ്മുടെ ഈ ഒരു ERP പാക്കേജ് മീറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആ ഒരു ഇതും കൂടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മോണിറ്റർ ചെയ്ത് വെക്കണം. ഇതിനാണ് ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ആണ് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്, നമ്മൾ BPR. അതായത് നമ്മൾ എന്താ പറഞ്ഞത്, BPR എന്താ പറഞ്ഞത്, നമ്മൾ റീസ്ട്രക്ചർ ചെയ്യാണ്. അങ്ങനെ റീസ്ട്രക്ചർ ചെയ്യുമ്പോൾ എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, നമ്മളെ കോസ്റ്റ് കുറച്ചിട്ട് നല്ല ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ നല്ല സർവീസസ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ബിസിനസ് നല്ല രീതിയിൽ പോകുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ BPR. ദി ഫണ്ടമെന്റൽ റീതിങ്കിങ് ആൻഡ് റീഡിസൈൻ ഓഫ് ദി business process to achieve improvements in performance such as cost, quality, service, and speed of an enterprise is called business process re-engineering. നമ്മൾ പറഞ്ഞ പോലെ ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് ആണ്. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ റീതിങ്ക് അല്ലെങ്കിൽ റീഡിസൈൻ ചെയ്യുന്നത്, നമുക്ക് ഒന്നും കൂടി നമ്മുടെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ട്, കോസ്റ്റ് കുറച്ചിട്ട് നല്ല ക്വാളിറ്റിയിൽ നമ്മൾക്ക് അല്ലെങ്കിൽ നല്ല സർവീസസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഒന്നും കൂടി റീഡിസൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇൻസ്റ്റാളേഷൻ ആൻഡ് കോൺഫിഗറേഷൻ. ദിസ് ഈസ് ദ മെയിൻ ഫങ്ഷണൽ phase of an ERP implementation. The task of configuration of ERP system should be assigned to experienced staff. അപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യാൻ പോണത്, നമുക്ക് നമ്മുടെ എൻ്റർപ്രൈസിന് വേണ്ടിയിട്ട് ഏത് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഏത് പാക്കേജ് ആണ് വേണ്ടതെന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതിന് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവാണ്, ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. നമ്മുടെ ഫേമിൽ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പാക്കേജിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതെന്താണ്, നമ്മൾ പറഞ്ഞു അതിലാണ് എല്ലാ ഡാറ്റാസും നമ്മൾ അവിടെയാണ് സ്റ്റോർ ചെയ്യാൻ പോണത്. അങ്ങനെ സ്റ്റോർ ചെയ്യുമ്പോൾ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നല്ല രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അത് അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആ ഒരു പാക്കേജിനെ പറ്റിയിട്ട് നന്നായിട്ട് അറിയുന്ന ഒരാൾ അല്ലെങ്കിൽ അത്രയും എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫ് ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, അതിനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ്, നമ്മൾ ഇൻസ്റ്റാളേഷൻ ടൈമിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു എൻറ്റയർ ഫേമിനെയാണ് അത് ബാധിക്കാൻ പോകുന്നത്. കാരണം നമ്മുടെ എല്ലാ ഡാറ്റാസും അവിടെ നമ്മൾ ആ ഒരു കൺട്രോളിങ് ഒക്കെ നമ്മൾ ERPയിലാണ് ചെയ്യാൻ പോണത് ഇനി. സോ അങ്ങനെ ചെയ്യുമ്പോൾ ആ ERP നല്ല രീതിയിൽ മാക്സിമം അത്രയും എക്സ്പീരിയൻസ് ആയ സ്റ്റാഫിനെ കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യിക്കണം, ഇൻസ്റ്റാൾ ചെയ്യിക്കണം. നെക്സ്റ്റ്, ഇംപ്ലിമെൻറ്റേഷൻ ടീം ട്രെയിനിങ്. This is the phase where the company trains its employees to implement and later run the system. അതായത് ഈ ഒരു സ്റ്റേജിൽ ഇപ്പം നമ്മളൊരു എക്സ്പീരിയൻസ് സ്റ്റാഫ് വന്നിട്ട് എന്ത് ചെയ്യാണ്, നമ്മളതിനെ ആ ഒരു പാക്കേജിനെ ഇൻസ്റ്റാൾ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഇനി എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്, ഇനി നെക്സ്റ്റ് അത് യൂസ് ചെയ്യാൻ പോണത് ആ ഒരു ഫേമിലെ എംപ്ലോയീസ് ആണ്. സോ അവർക്ക് അതെങ്ങനെയാണ്, ആ ഒരു പാക്കേജ് എങ്ങനെയാണ് യൂസ് ചെയ്യാന്നുള്ളൊരു ട്രെയിനിങ് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവില്ല അല്ലേ, എല്ലാ പാക്കേജസും എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലായി എന്ന് വരില്ല. സോ നെക്സ്റ്റ് സ്റ്റേജ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താ അത് യൂസ് ചെയ്യാൻ പോണത് ആ ഫീൽഡിലെ എംപ്ലോയീസ് അല്ലേ. സോ അവർക്കൊരു ട്രെയിനിങ് കൊടുക്കണം, ഇങ്ങനെയാണ് അത് ചെയ്യണത്, എന്തൊക്കെയാണ് നമ്മൾ ആ ഒരു പാക്കേജിലുള്ള കാര്യങ്ങൾ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ട്രെയിനിങ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് സിസ്റ്റം ടെസ്റ്റിംഗ്. This software is tested to ensure that it performs properly from both the technical and functional areas of a enterprise. പിന്നെ എന്താ, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു, നമ്മുടെ എംപ്ലോയീസൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു ട്രെയിനിങ് കൊടുത്തു. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സിസ്റ്റം ടെസ്റ്റ് ചെയ്യണം, വേണ്ടേ? ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നേരിട്ട് നമ്മുടെ എല്ലാ വർക്കും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം എല്ലാ കാര്യം, ടെക്നിക്കലി നമ്മളെല്ലാം സോഫ്റ്റ്വെയർ ഓക്കെ അല്ലേ, കറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടും കറക്റ്റായിട്ട് ഓരോ മൊഡ്യൂൾസ് നമുക്ക് അതിൽ എക്സിക്യൂട്ട് അല്ലെങ്കിൽ റൺ ചെയ്യാൻ പറ്റുന്നില്ലേ, അങ്ങനെയുള്ള ആ ഒരു ടെസ്റ്റിംഗ് ആണ് ഇല്ലേ. നമ്മൾ ഏതൊരു സോഫ്റ്റ്വെയർ ചെയ്താലും അല്ലെങ്കിൽ നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്തു അല്ലെങ്കിൽ നമ്മളൊരു പുതിയൊരു സോഫ്റ്റ്വെയർ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫുൾ ഡീറ്റെയിൽസ് അവിടെ എൻ്റർ ചെയ്യുന്നതിനേക്കാൾ മുന്നേ നമ്മൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും, അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ലേ നമ്മുടെ സിസ്റ്റത്തിൽ, അതായത് നമ്മുടെ ആ ഒരു ഫേമിൽ നമ്മുടെ സിസ്റ്റത്തിൽ ആ ഒരു പാക്കേജ് കറക്റ്റായിട്ടല്ലേ വർക്ക് ചെയ്യുന്നത്. അതാണ് നമ്മൾ എന്ത് ചെയ്യണത്, സിസ്റ്റം ടെസ്റ്റിംഗ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഗോയിങ് ലൈവ്. അതായത് ദിസ് ഈസ് ദി place where ERP is made available to the entire organization. After this phase the system is ready for use. ജസ്റ്റ് നമ്മളത് എന്ത് ചെയ്യാണ്, നമ്മുടെ ആ ഒരു ERPയിലെ മൊഡ്യൂൾസ് അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ എന്ത് ചെയ്യാണ്, അതൊന്ന് യൂസ് ചെയ്യാൻ റെഡി ആയിട്ട് എല്ലാ കാര്യങ്ങളും സക്സസ് ആയിട്ട് നമ്മൾ ഓരോ മൊഡ്യൂൾസും കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, മെയിൻറ്റെയിൻ ചെയ്ത് അവിടെ നിൽക്കുകയാണ് കറക്റ്റായിട്ട് നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടിയിട്ട്.
നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ എന്ന് പറയുന്നത്. ഈ ഒരു ഫേസിന് ശേഷമാണ് നമ്മൾ ചെയ്യാൻ പോവാണ്. നമ്മളെ ERP അത്രയും നല്ല രീതിയിൽ ചെയ്ത് നമ്മുടെ എല്ലാ ഡാറ്റകളൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ആ ഒരു പാക്കേജിലോട്ട് നമ്മൾ സ്റ്റോർ ചെയ്യണം. ഇനി നെക്സ്റ്റ്, എൻഡ് യൂസർ ട്രെയിനിങ്. The actual users of the ERP system need training in how to use the system. This phase may be started before the system goes live. അതായത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു സിസ്റ്റം ലൈവ് ആ ഒരു സ്റ്റേജിനേക്കാളും മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ട്രെയിനിങ് നമ്മൾ പറഞ്ഞു അതായത് ആരാണ് കറക്റ്റായിട്ട് ഈ ഒരു ERP യൂസ് ചെയ്യണത്, ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാക്കേജ്, അല്ലെങ്കിൽ ആർക്കാണ് മെയിൻലി ഈ ഒരു പാക്കേജ് യൂസ് ചെയ്യാൻ പോണത്, അവർക്ക് എന്ത് ചെയ്യണം, ട്രെയിൻ ചെയ്താലാണ് അവർക്ക് അത് കറക്റ്റായിട്ട് രീതിയിലുള്ള കറക്റ്റായിട്ട് അതിലെ എല്ലാ ഡാറ്റാസൊക്കെ സ്റ്റോർ ചെയ്തിട്ട് എല്ലാം നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് പോകണമെങ്കിൽ കറക്റ്റ് ആക്ച്വൽ ആരാണ് ഈ ഒരു പാക്കേജ് യൂസ് ചെയ്യണത് അവർക്ക് നല്ല രീതിയിലുള്ള എന്ത് കൊടുക്കണം, ഒരു ട്രെയിനിങ് കൊടുക്കണം. എന്നാൽ മാത്രമാണ് ആ ഒരു പാക്കേജ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്മൂത്ത് ആയിട്ട് അവർക്ക് അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, പോസ്റ്റ് ഇംപ്ലിമെന്റേഷൻ. After installing and operating new ERP system, there may be need of updating and evaluating the system. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഇൻസ്റ്റാളൊക്കെ ചെയ്ത് കഴിഞ്ഞു, നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ പുതിയ സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ആ ഒരു സിസ്റ്റത്തിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കൊണ്ടിരിക്കണം. അതായത് നമ്മൾ ഈ ഒരു പാക്കേജ് കൊണ്ട് എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ടോ, നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്, കറക്റ്റ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ലേ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, അപ്ഡേറ്റ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ആ ഒരു സിസ്റ്റത്തിൻ്റെ ആ ഒരു പ്രോസസ്സ് പോകുന്ന ആ ഒരു പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഓരോന്നും. ഇത്രയുമാണ് നമ്മൾ പോസ്റ്റ് ഇംപ്ലിമെന്റേഷനിൽ വരണത്. ഇത്രയുമാണ് ആ ഒരു ഫിഗറിൽ നോക്കി, ഇത്രയുമാണ് നമുക്ക് ഫേസസ് ഒരു ERP പാക്കേജ് ഇംപ്ലിമെന്റ് ചെയ്യാൻ. നമ്മൾ ആ ഒരു പാക്കേജ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു എന്റർപ്രൈസിൽ എത്തുന്നത് വരെ ആ ഒരു ഫേസസ് ആണ് പറയുന്നത്. എന്തൊക്കെയാണ്? പ്രീ ഇവാലുവേഷൻ സ്ക്രീനിങ് ഉണ്ട്, പാക്കേജ് സെലക്ഷൻ, പ്രൊജക്ട് പ്ലാനിങ്, ഗ്യാപ്പ് അനാലിസിസ്, ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്, ഇൻസ്റ്റാളേഷൻ ആൻഡ് കോൺഫിഗറേഷൻ, implementation and team training, system testing, going live, end user training, പോസ്റ്റ് ഇംപ്ലിമെന്റേഷൻ. അപ്പം നമ്മുടെ ഒരു പാക്കേജ് നമ്മൾ നേരിട്ട് പോയിട്ട് പെട്ടെന്ന് നമ്മൾ ഈ ഒരു പാക്കേജ് കണ്ട് അപ്പം തന്നെ എല്ലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യല്ല ചെയ്യുക. നമ്മൾ അതിനാ ഒരു ഫേസസ് നമ്മൾ ആ ഒരു നല്ല രീതിയിൽ 1 by 1 ആയിട്ട് ഇതുപോലെ നമ്മൾ ഓരോ സ്റ്റെപ്പിൽ അല്ലെങ്കിൽ ഓരോ ഫേസസിലും കൂടിയും വേണം കടന്നു പോവാൻ. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഏതൊക്കെയാണ് പോപ്പുലർ ആയിട്ടുള്ള ERP പാക്കേജസ് എന്നാണ് പറയുന്നത്. നമുക്ക് ഓരോ ഫേം അല്ലെങ്കിൽ ഓരോ എന്റർപ്രൈസിനും പല പല റിക്വയർമെന്റ് ആയിരിക്കും ഇല്ലേ. സോ അപ്പോൾ അത് മീറ്റ് ചെയ്യാൻ പല പല പാക്കേജസ്, നമുക്ക് പോപ്പുലർ ആയിട്ടുള്ള കുറേ പാക്കേജസ് ഉണ്ട്. സോ അത് ഏതൊക്കെയാണെന്നാണ് നമ്മളിനി നെക്സ്റ്റ് നോക്കണത്. Oracle. Oracle. The ERP package from Oracle provides strong finance and accounting module. It also provides good customer and support analysis, efficient human resource management and better pricing module. ഈ ഒരു ഒറാക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള പാക്കേജ് എന്താണ്, സ്ട്രോങ്, അതായത് ഫിനാൻസും അതുപോലെ അക്കൗണ്ടിങ് മൊഡ്യൂളാണ് മെയിൻലി അത്രയും ഫോക്കസ് ചെയ്തിട്ട് നല്ലൊരു രീതിയിൽ നമുക്ക് ഫിനാൻസിൻ്റെ കാര്യങ്ങൾക്കാണെങ്കിലും അക്കൗണ്ടിൻ്റെ കാര്യങ്ങൾക്കാണെങ്കിലും നമുക്ക് പറ്റിയൊരു പാക്കേജ് ഏതാണ്, ഒറാക്കിളാണ്. അത് മാത്രമല്ല ഈ ഒറാക്കിൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കസ്റ്റമറും സപ്ലയറുമായിട്ടുള്ള ഒരു നല്ലൊരു ഒരു ഇൻട്രാക്ഷൻ കൂടി നമുക്ക് ഇതുവഴി പറ്റും. അതായത് ഗുഡ് കസ്റ്റമർ ആൻഡ് സപ്ലയർ ഇൻട്രാക്ഷൻ, നമ്മുടെ ആ ഒരു കസ്റ്റമറിനും സപ്ലയറിനും തമ്മിൽ നല്ല രീതിയിൽ ഇൻട്രാക്ഷന് പറ്റിയ ഒരു പാക്കേജ് കൂടിയാണ് ഒറാക്കിൾ. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ്റെ അനാലിസിസ് ആണെങ്കിലും HR മാനേജ്മെൻറ്റ്, അത് HR ഡീറ്റെയിൽസ് ആണെങ്കിലും ഒക്കെ പ്രൈസിങ് മൊഡ്യൂളൊക്കെ ആണെങ്കിലും നമുക്ക് ഒറാക്കിൾ എന്ന ERP പാക്കേജ് വെച്ചിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, മീറ്റ് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് ഒറാക്കിൾ എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്, ഫിനാൻസ് സപ്പോർട്ടും അക്കൗണ്ടിങ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ കസ്റ്റമറും സപ്ലയറും ആയിട്ടുള്ള നല്ല റിലേഷനെ പറ്റിയൊരു പാക്കേജാണ്. അതുപോലെ പ്രൊഡക്ഷൻ്റെ അനാലിസിസ് ആണെങ്കിലും HR ഡീറ്റെയിൽസ് ആണെങ്കിലും പ്രൈസിങ് മൊഡ്യൂളൊക്കെ ആണെങ്കിലും നമ്മുടെ ഈ ഒറാക്കിൾ നല്ല രീതിയിൽ ഇത്രയും നല്ല റിക്വയർമെൻറ്റ്, നമുക്ക് ആവശ്യമുള്ള ഇത്രയും റിക്വയർമെൻറ്റ് ആര് മീറ്റ് ചെയ്യുന്നുണ്ട്, ഈ ERPയിൽ ഒറാക്കിൾ ERPയിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സാപ്പ്.
SAP stands for System Application and Product for Data Processing. SAP also developed customer relationship management, supply chain management and product life cycle management softwares. ഈ ഒരു സാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിസ്റ്റം അപ്ലിക്കേഷൻ ആൻഡ് പ്രൊഡക്റ്റ് ആണ്. ഡാറ്റ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് എന്താണ്? സിസ്റ്റം അപ്ലിക്കേഷൻ ആൻഡ് പ്രൊഡക്ട്സ് ആണ്. ഇനി ഈ ഒരു സാപ്പ് എന്തും കൂടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് കുറച്ച് സോഫ്റ്റ്വെയർ. ഏതൊക്കെയാണ്? CRM എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ട? കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജിന് വേണ്ടിയിട്ടുള്ളത്. അതുപോലെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന് വേണ്ടിയിട്ട്, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ മാനേജ്മെന്റിന് വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെയാണ് എന്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? സാപ്പിന്റെ കീഴിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടും അതുപോലെ സപ്ലൈ ആ ഒരു ചെയിൻ മാനേജ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ ലൈഫ് സൈക്കിൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള സോഫ്റ്റ്വെയർസ് ആണ് ഏതിൽ നമുക്ക് കിട്ടുന്നത്? സാപ്പില്. സാപ്പ് എന്ന് പറഞ്ഞാൽ സിസ്റ്റം അപ്ലിക്കേഷൻ ആൻഡ് പ്രൊഡക്റ്റ്. നെക്സ്റ്റ് ഊഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു മെയിൻലി ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു ഓപ്പൺ സോഴ്സ് ആണ്. അതായത് ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താണ്, നമുക്ക് പെട്ടെന്ന് നമുക്ക് മേടിക്കാൻ പറ്റും, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കേജ് ആണ് ഊഡോ. ദെൻ in open source ERP, the source code or program can be modified as necessary based on the requirement of organization. So open source എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ റിക്വയർമെൻറ്റിന് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മോഡിഫൈ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓപ്പൺ സോഴ്സ്. ഒരൊറ്റ പാക്കേജ് മാത്രമേ ഓപ്പൺ സോഴ്സിലുള്ളൂ കേട്ടോ. ഇതാണ് ആണ് നമ്മുടെ ഒറ്റ പാക്കേജ് എന്താ ഉള്ളത്? ഓപ്പൺ സോഴ്സ് ആയിട്ട്. ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ ബെനിഫിറ്റ്? നമ്മുടെ റിക്വയർമെന്റ് അല്ലെ, ഓരോ ഫേമിനും ഓരോ റിക്വയർമെന്റ് അനുസരിച്ച് എല്ലാ ഫേമിനും ഒരുപോലെ എല്ലാ റിക്വയർമെന്റ് വരണത്. സോ നമ്മുടെ ഫേമിന് ആവശ്യമായിട്ടുള്ള ആ ഒരു റിക്വയർമെന്റില് അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു റിക്വയർമെന്റ് അത് മീറ്റ് ചെയ്യാനും അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ നമുക്ക് മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ പറ്റും. മൈക്രോസോഫ്റ്റ് ഡൈനാമിക്സ്, അതായത് ഇറ്റ് പ്രൊവൈഡ് എ ഗ്രൂപ്പ് ഓഫ് എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് പ്രൊഡക്റ്റ് primarily and aimed at middle-sized enterprise. This package can be installed and used easily, and it is provide good user interface. So മിഡിൽ നമ്മളുടെ ഒരു നല്ല രീതിയിലല്ല, ജസ്റ്റ് ഒരു മീഡിയം ലെവൽ ഓർഗനൈസേഷൻ ഫേംസിനൊക്കെയാണ് മൈക്രോസോഫ്റ്റ് ഡൈനാമിക്സ് എന്ന പാക്കേജ്, ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നല്ലൊരു ഇൻ്റർഫേസ് ആണ്, അതായത് യൂസർ ഇൻ്റർഫേസ്. നല്ല ഇൻ്റർഫേസ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു പാക്കേജ് കാണുമ്പോൾ പെട്ടെന്ന് നമുക്കത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വരണം. ഇല്ലേ, നമ്മൾ ചില സോഫ്റ്റ്വെയർസ് കാണുമ്പോൾ നമുക്ക് അവിടെ കൺഫ്യൂഷൻ ആയിരിക്കും, എങ്ങനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഓപ്പൺ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻസ് വരും. സോ ഇതിൽ ഗുഡ് ആയിട്ടുള്ളൊരു യൂസർ ഇൻ്റർഫേസ് ആണ്. യൂസറിന് നല്ല രീതിയിൽ ആ ഒരു പാക്കേജ് ആയിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിലാണ് ഇതിൻ്റെ വരുന്നത്? ഡിസൈനിങ് വരുന്നത്. മെയിൻലി ഇത് ഫോക്കസ് ചെയ്യുന്നത് മിഡിൽ ക്ലാസ്, അതായത് നമ്മളൊരു മീഡിയം ലെവൽ എൻ്റർപ്രൈസസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മൈക്രോസോഫ്റ്റ് ഡൈനാമിക്സ് എന്നത് ചെയ്യുന്നത്. ഇനി ഇതിൽ മെയിൻലി പറയണത് അതായത് റിസോഴ്സ് പ്ലാനിങ് പ്രൊഡക്റ്റ്, അതായത് നല്ല രീതി ഗ്രൂപ്പ് ഓഫ് എൻ്റർപ്രൈസസ് റിസോഴ്സ് പ്ലാനിങ് പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ മെയിൻലി ഇത് എന്താണ്? മിഡിൽ ക്ലാസ് എൻ്റർപ്രൈസസിന് വേണ്ടിയിട്ടാണ്. ഭയങ്കര ലാർജ് ആയിട്ടുള്ള ഒരു എൻ്റർപ്രൈസിനൊന്നും നമുക്കിത് സ്യൂട്ടല്ല. ഒരു ഏകദേശം മീഡിയം ആയിട്ട് നല്ല രീതിയിൽ പോകുന്ന നല്ലൊരു ചെറിയ രീതിയിലുള്ള ഒരു എൻ്റർപ്രൈസ് ആണെങ്കിൽ അവർക്ക് സ്യൂട്ടായിട്ടുള്ള ഒരു പാക്കേജ് ആണ് ഇതെന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഇതിൽ മെയിൻലി നമ്മൾ എന്താ പറയുന്നത്? യൂസറായിട്ട് നമുക്ക് ആ ഒരു നല്ലൊരു ഇൻ്റർഫേസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് ടാലി ERP. ടാലി എന്ന് പറഞ്ഞാൽ എന്താ? ടാലി ERP is a business accounting software for accounting, inventory and payroll. മെയിൻലി ടാലി എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? നമ്മൾ ബിസിനസ് ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ് ഇതെന്ന് പറയുന്നത് ടാലി. ഈ ടാലിയിലാണ് നമ്മളെ ഫുൾ ഇൻവെൻട്രി, പേറോളും അക്കൗണ്ടിങ് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണ ഒരു പാക്കേജ് ആണ് ഇതെന്ന് പറയുന്നത് ടാലി. അപ്പം ഇത്രയുമാണ് നമുക്ക് വരുന്ന പാക്കേജസ്. കുറേ രീതിയിലുള്ള പാക്കേജസ് ഉണ്ട്. സോ എല്ലാം നമ്മുടെ ഫേമിൽ ഏതാണെന്ന് നമുക്കറിയാം. സോ നമ്മുടെ ഫേമിന് വേണ്ടിയിട്ട് നമ്മുടെ ഫേമിൻ്റെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്ന
പാക്കേജ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സെലക്ട് ചെയ്യേണ്ടത്. നമ്മൾ നെക്സ്റ്റ് ഇനി പറയാൻ പോണത് ബെനിഫിറ്റ്സ് ഓഫ് ERP സിസ്റ്റം. ERP സിസ്റ്റത്തിന്റെ ബെനിഫിറ്റ് ആണ് പറയണത്. എന്തൊക്കെയാണ് ERP സിസ്റ്റത്തിന്റെ ബെനിഫിറ്റ്? ഇംപ്രൂവ്ഡ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ, ബെറ്റർ കസ്റ്റമർ സാറ്റിസ്ഫിക്കേഷൻ, പ്രൊവൈഡ് ആക്യുറേറ്റ് ഇൻഫർമേഷൻ, ഡിസിഷൻ മേക്കിംഗ് കാപ്പബിലിറ്റി. അതായത് നമ്മൾ ഇത്രയും, അതായത് നമ്മൾ ഈ ഒരു സിസ്റ്റം ERP സിസ്റ്റത്തോട് കൂടിയുള്ള നമ്മുടെ എന്താണ് പാക്കേജ്, അതല്ലെങ്കിൽ നമ്മൾ ആ ഒരു ERP സിസ്റ്റത്തിന്റെ ബെനിഫിറ്റ്, അതുകൊണ്ട് യൂസ് ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റ് ആണ് നമ്മൾ പറയണത്. ഇംപ്രൂവ്ഡ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ, അതായത് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിന് മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യണം. നമ്മൾക്ക് നമ്മുടെ കയ്യിൽ എത്ര മാത്രം റിസോഴ്സ് ഉണ്ടോ അതെല്ലാം നല്ല രീതിയിൽ മാക്സിമം ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ, അവരുടെ നീഡ്സ് ഒക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലായി അവർക്ക് വേണ്ടിയിട്ട് അവർ ഹാപ്പി ആയിട്ട് നമ്മൾ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് ആ ഒരു കസ്റ്റമർ മേടിക്കുമ്പോൾ അവർ അത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ERP സിസ്റ്റം വഴി നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ആക്യുറേറ്റ് ഇൻഫർമേഷൻ, ERP സിസ്റ്റം വഴി കറക്റ്റ് ആയിട്ടുള്ള തെറ്റായ ഡാറ്റ അല്ലാണ്ട് നല്ല നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള എന്താണോ കറക്റ്റ് പ്രോസസ്സ്, നമ്മൾ ആ ഒരു സ്റ്റേജിൻ്റെ അത്രയും ആ ഒരു സ്റ്റേജിലെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിരിക്കണം എന്ത് ചെയ്യുന്നത്, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ERP സിസ്റ്റം വഴി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇല്ലേ, കറക്റ്റ് ഡാറ്റ എന്താണ് കറക്റ്റ്, അല്ലെങ്കിൽ മിസ്റ്റേക്സ് ഒന്നും ഇല്ലാണ്ട് ആക്യുറേറ്റ് ഡാറ്റ അല്ലെങ്കിൽ ആക്യുറേറ്റ് ഇൻഫർമേഷൻ നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും. അതുപോലെ ഡിസിഷൻ മേക്കിംഗ് കാപ്പബിലിറ്റി, നമ്മളെ ഓരോ സ്റ്റേറ്റ്സ് നമ്മളെ ആ ഒരു അനാലിസിസ്, ആ ഒരു ഫേമിൽ നടക്കുന്ന ആ ഒരു അനാലിസിസ് നമുക്ക് കറക്റ്റായിട്ട് ഡിസിഷൻ എടുക്കാനുള്ള, ഈ റൈറ്റ് ടൈമിൽ റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ നമുക്ക് എന്തിൽ പറ്റും, ഈ ഒരു ERP സിസ്റ്റം വഴി നമുക്ക് പറ്റും. ഇത്രയുമാണ് ബെനിഫിറ്റ്സ് ഓഫ് ERP എന്ന് പറയുന്നത്. എന്താണ്? ഇംപ്രൂവ്ഡ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ, ബെറ്റർ കസ്റ്റമർ സാറ്റിസ്ഫിക്കേഷൻ, പ്രൊവൈഡ് ആക്യുറേറ്റ് ഇൻഫർമേഷൻ, ഡിസിഷൻ മേക്കിംഗ് കാപ്പബിലിറ്റി. ഇത്രയുമാണ് നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് ഈ ഒരു ERP സിസ്റ്റം കൊണ്ട് നമുക്ക് കിട്ടണത്. റിസ്ക് ഓഫ് ERP സിസ്റ്റം. ഇനി ഈ ഒരു ERP സിസ്റ്റം എന്താണ്, അതിൻ്റെ റിസ്കുകളാണ്. നമ്മുടെ ഒരു ഫേമിൽ നമ്മൾ ERP സിസ്റ്റം യൂസ് ചെയ്യുകയാണ്, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എന്താണ് പറയണത്, കുറച്ച് റിസ്കുകളാണ് നമുക്ക് അതുകൊണ്ടുള്ള ഒരു ഡീമെറിറ്റുകളാണ് പറയണത്. ഡീമെറിറ്റ്: ഹൈ കോസ്റ്റ്, ടൈം കൺസ്യൂമിങ്, റിക്വയർമെൻറ്റ് ഓഫ് അഡീഷണൽ ട്രെയിൻഡ് സ്റ്റാഫ്, ഓപ്പറേഷണൽ ആൻഡ് മെയിൻ്റെനൻസ് ഇഷ്യൂസ്. കോസ്റ്റ്, അതായത് നമ്മൾ ആ ഒരു പാക്കേജ് നമ്മൾ കളക്ട് ചെയ്യണമെങ്കിൽ അത്രയും നല്ല പൈസ ഉണ്ട് അല്ലേ, നമ്മൾ കുറേ പാക്കേജ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു, പക്ഷെ നമ്മൾക്ക് ആ ഒരു പാക്കേജ് നമ്മൾ സെലക്ട് ചെയ്ത് നമ്മുടെ കമ്പനിയിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് സ്റ്റാഫിനെ ട്രെയിൻ ചെയ്ത് അങ്ങനെ കുറേ സ്റ്റേജുകളുണ്ട്. സോ ഇതിനെല്ലാം നമുക്ക് എന്താണ് പൈസ, നല്ല രീതിയിലുള്ള ഒരു കോസ്റ്റ് ആവശ്യമാണ് ERP സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ. അതുപോലെ ടൈം ഉണ്ട് ഇല്ലേ, നമ്മൾ സെലക്ട് ചെയ്യണം, നമ്മൾ കുറേ പാക്കേജസ് നമുക്ക് അവൈലബിൾ ആണ്. സോ ഏതാണ് നമ്മുടെ ഫോമിന് ആവശ്യമുള്ളത് അനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തിട്ട് അത് എന്ത് ചെയ്യണം, അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യണം, അത് കഴിഞ്ഞ് അത് ടെസ്റ്റ് ചെയ്യണം, എന്നിട്ടൊക്കെ വേണം ലാസ്റ്റ് അതിനൊന്ന് ലോഞ്ച് ചെയ്ത് കറക്റ്റ് ഒരു കുറച്ച് സമയം എടുത്തിട്ടാണ് നമ്മുടെ ആ ഒരു പാക്കേജ് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അവിടെ എന്താണ്, ടൈം കൺസ്യൂമിങ് ആണ്. നമുക്ക് പെട്ടെന്ന് പോയിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാഫിന് വേഗം പോയിട്ട് അത് അതൊന്ന് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ട്രെയിൻ ചെയ്ത് കുറച്ച് സമയം എടുക്കും. ആ ഒരു പാക്കേജ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് ഒരു റിലേഷൻ, ആ ഒരു പാക്കേജും ആ ഒരു എംപ്ലോയിയും തമ്മിൽ കറക്റ്റ് ആയിട്ടൊരു പ്രോസസ്സ് എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കറക്റ്റ് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് ഡീറ്റെയിൽസ് ഒക്കെ സ്റ്റോർ ചെയ്ത് പോകാൻ കുറച്ച് സമയം എടുക്കും. പിന്നെ അതുപോലെ റിക്വയർമെൻറ്റ് ഓഫ് അഡീഷണൽ ട്രെയിൻഡ് സ്റ്റാഫ്. നമ്മൾ ഈ ഒരു പാക്കേജ് എല്ലാ എംപ്ലോയീസിനും ഈ ഒരു പാക്കേജ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. സോ അഡീഷണലി നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ആ ഒരു ആരാണോ ഈ ഒരു പാക്കേജ് യൂസ് ചെയ്യാൻ പോകുന്നത് അവർക്ക് അഡീഷണൽ ആയിട്ട് ട്രെയിനിങ് കൊടുത്തിട്ട് അഡീഷണൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് നമുക്ക് ആവശ്യമാണ്. എന്നാലും മാത്രമാണ് ഈ ഒരു പാക്കേജ് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റെനൻസ് ഇഷ്യൂ, അതായത് ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ആ ഒരു പാക്കേജ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും എന്തെങ്കിലും ഓപ്പറേഷണൽ ടെക്നിക്കലിയോ അല്ലെങ്കിൽ അവിടെ എന്താണ് മെയിൻ്റെനൻസ്, എപ്പോഴും നമ്മൾ അപ്ഡേഷൻസ് വരാണെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ERP സിസ്റ്റം യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഡീമെറിറ്റ്, നമുക്ക് റിസ്ക് ആയിട്ട് വരുന്നത്. എന്തൊക്കെയാണ്? ഹൈ കോസ്റ്റ് വരും, ടൈം കൺസ്യൂമിങ് ആണ്, അതുപോലെ തന്നെ റിക്വയർഡ് ഓഫ് അഡീഷണൽ ട്രെയിൻഡ് സ്റ്റാഫിന് ആവശ്യമുണ്ട്, അതുപോലെ ഓപ്പറേഷണൽ ആൻഡ് മെയിൻ്റെനൻസ് ഇഷ്യൂസ്, എപ്പോഴും നമുക്ക് ആ ഒരു ഇഷ്യൂസ് വരും, മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കണം നമ്മുടെ ആ ഒരു സോഫ്റ്റ്വെയറിന്.
ഇത്രയുമാണ് റിസ്ക് ആയിട്ട് നമുക്ക് പറയണത് ERP സിസ്റ്റത്തിന്റെ. നമുക്ക് ERP റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടെക്നോളജീസ് ആണ് ഉള്ളത്. അതിനെ പറ്റിയാണ് നെക്സ്റ്റ് പറയുന്നത്. ഏതൊക്കെയാണ്? പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ് PLM, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് CRM, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം MIS, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് SCM, ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം DSS. ഇത്രയുമാണ് നമുക്ക് ERP റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ടെക്നോളജീസ്. അതിന് ഫസ്റ്റ് വൺ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ് PLM. Product life cycle is used for determining the lifespan of a product. Product life cycle management is the process of managing the entire life cycle of a product. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്, ഒരു പ്രൊഡക്റ്റ് ആ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ ആ ഒരു ലോഞ്ച് ചെയ്യുന്നത് തൊട്ട്, നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അത് ലോഞ്ച് ചെയ്യുന്നത് തൊട്ട് അതിൻ്റെ ആ ഒരു ലാസ്റ്റ് സ്റ്റേജ് വരെയുള്ള കാര്യം, അതിൻ്റെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ലൈഫ് എങ്ങനെയാണ്, അതാണ് നമ്മൾ ഈ PLM-ൽ നമ്മൾ പറയണത്. ഈ ഇതിൽ പറയണത് നോക്കിയേ, നമ്മൾ പല സ്റ്റേജസിലാണ് പറയണത്. അതായത് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിനെ ഇൻട്രൊഡക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. നമ്മളൊരു ഇൻഡസ്ട്രിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ പ്രൊഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഗ്രോത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ, നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്രോത്ത് കിട്ടണമെന്നല്ലേ, കുറച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് അത് ആ നല്ല രീതിയിൽ കസ്റ്റമർ നല്ല രീതിയിൽ അത് മേടിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അതിൻ്റെ അത്രയും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ ഒരു പ്രൊഡക്ഷൻ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു കുറച്ച് കഴിയുമ്പോൾ നല്ലൊരു ഗ്രോത്ത് കിട്ടും. അങ്ങനെ ഗ്രോത്ത് കിട്ടി നമ്മൾ നല്ല, അത് കഴിഞ്ഞ് കുറേ എപ്പോഴും നമ്മൾ ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു മെച്യൂരിറ്റി ആ ഒരു സമയത്ത് കുറച്ച് കഴിയുമ്പോൾ അതിനെന്താവോ, ആ ഒരു ടൈം കഴിഞ്ഞ് അതിനൊരു മെച്യൂരിറ്റി ആവും. നമ്മൾ കുറേ നാളത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട്, പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ യൂസ് ചെയ്ത് കുറഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമ്മളത് ആ ഒരു പ്രൊഡക്റ്റ് ഡെഡ് ആവും. അതായത് പിന്നെ അതിന് എന്താണ് ലാസ്റ്റ് സ്റ്റേജ് എത്തി, പിന്നീട് അത് ആ ഒരു പ്രൊഡക്റ്റ് പിന്നെ നമുക്കത് ഡെവലപ്പ് ചെയ്യാതിരിക്കാൻ. അപ്പം ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അതിന് ഗ്രോത്ത് ഉണ്ടായിരിക്കും. ഗ്രോത്ത് ഒക്കെ കഴിഞ്ഞ് അതുണ്ടാവും, മാക്സിമം അത് യൂസ് ചെയ്തിട്ട് അതൊരു മെച്യൂരിറ്റി ലെവലിൽ എത്തും. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഫങ്ഷൻസ് ഇല്ലാണ്ടാവണം, പിന്നെ നമ്മളത് പ്രൊഡക്റ്റ് ഇല്ലാതാവാണ്. അതാണ് നമ്മൾ ഡെഡ് ലൈൻ, അതായത് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ വരണത്. ഇങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ്, അതായത് ഒരു പ്രൊഡക്റ്റിന്റെ ലൈഫ് സൈക്കിളാണ് മാനേജ് ചെയ്യാണ് PLM കൊണ്ട്. അതായത് അത് സ്റ്റാർട്ട് ചെയ്ത് തൊട്ട് എൻഡ് ചെയ്യുന്നത് വരെയുള്ള സൈക്കിളാണ് നമ്മൾ ഇന്ന് പറയുന്നത് PLM എന്ന് പറയുന്നത്. CRM നെക്സ്റ്റ് പറയാൻ പോണതാണ് CRM, പ്രോസസ്സിംഗ് CRM. ഈ ഒരു CRM-ൽ വരണത് എന്തൊക്കെയാണെന്നാണ് ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോണത്. നോക്കി ഇതിൽ നോക്കി സെയിൽസ്, ഫീഡ്ബാക്ക്, സപ്പോർട്ട്, മാർക്കറ്റിംഗ്, ഇങ്ങനത്തെ കാര്യങ്ങൾ. അതായത് കസ്റ്റമർ റിലേഷൻഷിപ്പ്, കസ്റ്റമറായിട്ടുള്ള റിലേഷൻഷിപ്പ്, നമ്മൾ ആ ഒരു ഫേമും ആ ഒരു കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇതിൽ CRM is broadly used term that covers policies used by an enterprise to manage their relationship with customers. അതായത് നമ്മളൊരു പോളിസീസ്, കുറച്ച് കാര്യങ്ങൾ റൂൾസ്, കുറച്ച് ചെറിയ പോളിസീസ് മെയിൻറ്റെയിൻ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കസ്റ്റമർ നല്ല രീതിയിൽ കസ്റ്റമറായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ എന്തുണ്ട്, കുറച്ച് പോളിസീസ് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പോളിസീസ് യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ ആ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണത്. ഇപ്പോൾ മാർക്കറ്റിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സപ്പോർട്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഫീഡ്ബാക്ക് എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നല്ല മാർക്കറ്റിംഗ് കൊടുത്തിട്ട് നല്ല രീതിയിലൊക്കെ കസ്റ്റമറായിട്ട് നല്ല രീതിയിൽ റിലേഷൻഷിപ്പാണ് നമ്മളിവിടെ എന്ത് ചെയ്യണത്, ഈ ഒരു ടെക്നോളജി കൊണ്ടിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. മെയിൻ ഇതിന് വേണ്ടിയിട്ടാണ് CRM എന്ന് പറയുന്നത്. കസ്റ്റമറായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് CRM. മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, MIS. Management Information System can be defined as an integrated system of man and machine for providing the information to support the operations, the management and the decision-making functions in organization. Then MIS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഒരു ഓർഗനൈസേഷൻ്റെ നല്ല രീതിയിൽ നടക്കാൻ എങ്ങനെ, മാൻ ആൻഡ് മെഷീൻ, ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ഓഫ് മാൻ ആൻഡ് മെഷീൻ ആണ് നമ്മുടെ എംപ്ലോയീസും അതുപോലെ തന്നെ മെഷീൻസും.
മാനും മെഷീനും കൂടെ നല്ല രീതിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള അതായത് നല്ല രീതിയിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആ ഓർഗനൈസേഷൻ്റെ നല്ല രീതിയിൽ ഫങ്ഷൻസ് പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, MIS യൂസ് ചെയ്യുന്നത്. അവിടെ എന്താണ്, ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ഓഫ് മാൻ ആൻഡ് സിസ്റ്റം. നമ്മുടെ റിസോഴ്സസ് മാൻ ആണെങ്കിലും അതുപോലെ മെഷീൻസ് ആണെങ്കിലും നല്ല രീതിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ആ ഒരു ഓർഗനൈസേഷനെ ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. ഇതിന് വേണ്ടിയിട്ടാണ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം MIS നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. നോക്കി ഇതിന്റെ കമ്പോണൻസ് ഒരു ഓർഗനൈസേഷനിൽ MISന്റെ റോളുകളാണ്. അതിൻ്റെ ഒരു ഫിഗർ നോക്കി, കമ്പോണൻസ് പീപ്പിള്, ഹാർഡ്വെയർ ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്, അങ്ങനെ എല്ലാ ഇൻഫർമേഷൻസും. പ്രോസസ് ആണെങ്കിൽ ഡാറ്റ കളക്ടർ, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഓർ റിപ്പോർട്ട് ജനറേഷൻ ഇതൊക്കെ ചെയ്യും. അതുപോലെ MIS റിപ്പോർട്ട് ഇൻഫർമേഷൻ, നമ്മളെല്ലാ സ്റ്റേജസും എല്ലാ പ്രോസസ്സിൽ നിന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, ആ ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഡിസിഷൻസ് എടുക്കാൻ പറ്റണത്. എങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് പോണത്, എങ്ങനെയുണ്ട് ഇപ്പം നമ്മുടെ ആ ഒരു സ്റ്റാറ്റസ്, ആ ഒരു ലൈഫ് ടൈം, നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾക്ക് ഈ ഒരു MISൽ നിന്നും, ഒരു ഓർഗനൈസേഷനിലെ MISൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കളക്ട് ചെയ്യാൻ പറ്റും. ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടും ഇതിൽ നിന്ന്. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, അതായത് SCM. The supply chain consists of all the activities associated with moving goods from the supplier to the customer. Supply chain management is a systematic approach for managing supply chain. CMS activities include inventory management, transportation management, warehouse management, distribution strategy planning, customer service performance monitoring, computer simulation, etc. സോ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്, അതായത് നമ്മളുടെ ആ ഒരു മൂവിങ് ഗുഡ്സ്, അതായത് നമ്മളുടെ ആ ഒരു ഗുഡ്, നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ് എവിടേക്ക്, നമ്മുടെ സപ്ലയറുടെ അടുത്ത് നിന്നും കസ്റ്റമറുടെ അടുത്തേക്ക് പോകുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യേണ്ടത് SCMസിലാണ്. അതായത് ആ ഒരു പ്രൊഡക്റ്റ് എവിടെ നിന്ന്, നമ്മുടെ സപ്ലയർ, നമ്മുടെ ആ ഒരു എൻ്റർപ്രൈസിൽ നിന്നും നമ്മളെ കസ്റ്റമറുടെ അടുത്തേക്ക് മൂവ് ചെയ്യണം. അവിടെ നിന്ന് ആ ഒരു ഫുൾ ഡീറ്റെയിൽസ് എങ്ങനെയാണ് മൂവ് ചെയ്യണതുള്ള ഫുൾ കാര്യങ്ങളാണ് ഈ SCMസിൽ എന്ത് ചെയ്യണത്, മാനേജ് ചെയ്യണത്. അതൊരു സിസ്റ്റമാറ്റിക് മാനേജിങ് ആണ്. അത് സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാം സിസ്റ്റമാറ്റിക് രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവാണ്. എപ്പോൾ നമ്മളെ ആ ഒരു സപ്ലയറുടെ കയ്യിൽ നിന്നും നമ്മുടെ എവിടേക്ക് കസ്റ്റമറുടെ അടുത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോണത്. അത് ഇൻവെൻട്രി മാനേജ്മെൻറ്റും നമ്മുടെ ആ ഒരു സ്റ്റോക്ക് ലെവൽ ആയിക്കോട്ടെ, ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെൻറ്റ്, വെയർ ഹൗസ് മാനേജ്മെൻറ്റ്, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ പ്ലാനിങ്, അങ്ങനെ കസ്റ്റമറായിട്ടുള്ള സർവീസ് പെർഫോമൻസ്, അവരായിട്ടുള്ള എങ്ങനെയാണ് റിലേഷൻഷിപ്പ്, അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ടിങ് ഒരു സപ്ലൈയുടെ അടുത്ത് നിന്നും ഒരു പ്രൊഡക്റ്റ് കസ്റ്റമറുടെ അടുത്ത് എത്തും, അത്രയും വരെയുള്ള എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ല രീതിയിൽ കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ടെക്നോളജിയാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. റോ മെറ്റീരിയൽസ്, നമ്മൾ റോ മെറ്റീരിയൽസ്, നമ്മൾ ഇൻവെൻട്രിയുടെ കാര്യം പറഞ്ഞില്ലേ. സോ ഇൻവെൻട്രി മൊഡ്യൂളിൽ അതിൽ നമ്മുടെ റോ മെറ്റീരിയൽസ്, എല്ലാ മെറ്റീരിയൽസും കറക്റ്റ് ആയിട്ടില്ലേ, സപ്ലയർ, അതുപോലെ മാനുഫാക്ചറിങ്, കസ്റ്റമേഴ്സ്, ഡിസ്ട്രിബ്യൂഷൻ, അത് നമുക്ക് ആ ഒരു മാനുഫാക്ചർ ചെയ്ത് കറക്റ്റ് രീതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളതിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന മാർക്ക് കസ്റ്റമർക്ക്. അപ്പോൾ ഇത്രയൊക്കെയാണ് ആക്ടിവിറ്റീസ് ഏതിൽ വരുന്നത്, SCMൽ വരണത്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. അതിൽ മെയിനായിട്ട് എന്താ, പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പ്രൊഡക്റ്റ് സപ്ലയറുടെ അടുത്ത് നിന്നും കസ്റ്റമറുടെ അടുത്ത് വരുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളുമാണ്, അതിൻ്റെ മാനേജ്മെൻ്റ് ആണ് നമ്മൾ ഇതിൽ പറയണത്, ഈ SCMൽ പറയണത്. ഇനി ERP റിലേറ്റഡ് ടെക്നോളജിയിലെ നെക്സ്റ്റ് വൺ ആണ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, അതായത് DSS. ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ആർ ഇന്ററാക്റ്റീവ് കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം that aid users in judgment and choice activities. DSS focus on providing help in analyzing situations rather than providing right information in the form of various type of reports. ഈ ഒരു DSS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ആണ്. അത് കറക്റ്റ് നല്ല രീതിയിൽ ജഡ്ജ് ചെയ്യാൻ, അതിൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ പോകണമെന്നുള്ള ഡിസിഷൻ എടുക്കലാണ് ഈ ഒരു ടെക്നോളജി കൊണ്ട് നമുക്ക് കിട്ടുന്നത്. അല്ലാണ്ട് ഇൻഫർമേഷൻ, അത് റിപ്പോർട്ടോ കാര്യങ്ങളൊന്നും അല്ല ഇവിടെ വരണത്.
ഇവിടെ എന്താണ്, നല്ലൊരു ഡിസിഷൻ ആണ്, ഏത് കറക്റ്റ് ടൈമിൽ കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കലാണ്. ആ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, DSS എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നോളജി, അതായത് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. ഇവിടെ എന്താണ് പറയണത്, ഫോക്കസ് ഓൺ പ്രൊവൈഡിങ് ഹെൽപ്പ് ഇൻ അനാലിസിങ് സിറ്റുവേഷൻസ്. അതായത് ഓരോ സിറ്റുവേഷനിലും എന്ത് ഡിസിഷൻ ആണ് എടുക്കേണ്ടത്, ഡിസിഷൻ എന്തെടുക്കണം, അതാണ് ഇവിടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അല്ലാണ്ട് ഇൻഫർമേഷൻസോ റിപ്പോർട്ടുകളോ ഒന്നുമല്ല. ഇവിടെ എന്താണ്, ഡിസിഷൻ ആണ്. ഈ ഒരു ടൈം, റൈറ്റ് ആയിട്ട് ടൈമിൽ റൈറ്റ് ഡിസിഷൻ, എന്ത് തീരുമാനമാണ് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത്, ആ ഒരു ഡിസിഷന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് DSS എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് റിപ്പോർട്ടും കാര്യങ്ങളും ഒന്നുമല്ല, ഡാറ്റ ഒന്നുമല്ല കിട്ടണത്. ഇവിടെ എന്താണ് കിട്ടണത്, എന്ത് എന്ത് ഡിസിഷനാണ് ഈ ഒരു സ്റ്റേജിൽ, എന്ത് ഡിസിഷനാണ് നമ്മൾ എടുക്കേണ്ടത്, ഈ ഒരു കാര്യമാണ് DSS പറയുന്നത്. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ വരണത്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് ഇതിൽ പഠിക്കാനുള്ളത് ERPയുടെ പാക്കേജസ് പഠിക്കണം. അതുപോലെ തന്നെ പഠിക്കേണ്ടതാണ് ഫങ്ഷണൽ യൂണിറ്റ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ERPയുടെ ആ ഒരു ഫങ്ഷണൽ യൂണിറ്റും അതുപോലെ തന്നെ പാക്കേജസും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഈ ഒരു സ്ലൈഡ് വായിച്ചു നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇന്ന് പറഞ്ഞോളൂ കേട്ടോ.